A+Tube സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡാണ്. അടുത്ത ദിവസങ്ങളിൽ സർക്കാർ ഇറക്കിയ ഒരു പുതിയ ഉത്തരവ് 30/7/2024 ഉത്തരവാണ്. ഈ ഉത്തരവിൻ്റെ അനുബന്ധമായിട്ടുള്ള ചില എപ്പിസോഡുകൾ നേരത്തെ ചെയ്തിരുന്നു. പെർമിറ്റ് ഫീസ് കുറച്ചതുമായി ബന്ധപ്പെട്ട എപ്പിസോഡുകളാണ് ചെയ്തത്. ആദ്യം ഒരു പൊതുവിവരം പറഞ്ഞു, പിന്നീട് പഞ്ചായത്തിൽ മാത്രമായിട്ടുള്ള പെർമിറ്റ് ഫീസിൻ്റെ കുറവ് പറഞ്ഞു. ഇനി മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനുമുള്ള പെർമിറ്റ് ഫീസിൽ വരുത്തിയിട്ടുള്ള കുറവുകൾ മറ്റ് എപ്പിസോഡുകളായി തുടർന്ന് ചെയ്യുന്നുണ്ട്. ഇന്ന് ഈ പെർമിറ്റ് ഫീസ് കുറച്ചപ്പോൾ അതിനു മുമ്പ് തുക അടച്ചവർക്ക് എങ്ങനെ റീഫണ്ട് കിട്ടും എന്നത് സംബന്ധിച്ച് സർക്കാർ പുതിയ ഉത്തരവിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അത് സംബന്ധിച്ചിട്ടുള്ള വിവരമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം അതുകൂടി പറയാൻ. കാരണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും. സർക്കാർ നിലവിലുണ്ടായിരുന്ന ഈ പെർമിറ്റ് ഫീസ്, ആപ്ലിക്കേഷൻ ഫീസ്, സ്ക്രൂട്ടണി ഫീസ്, ഈ 3 ഐറ്റങ്ങളുമാണ് പുതിയ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു അപേക്ഷ കൊടുക്കുന്ന ആളിന് അടയ്ക്കേണ്ടി വരിക. ഇത് അടയ്ക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എവിടെയാണോ നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നത് അവിടെയാണ് നമ്മൾ ഈ തുക അടയ്ക്കുക. ഇങ്ങനെ തുക അടച്ചുകൊണ്ടിരുന്ന പെർമിറ്റ് ഫീസിനെ 10/4/2023 മുതൽ സർക്കാർ വളരെയധികം വർദ്ധിപ്പിച്ചു. നല്ലൊരു വർധനവാണ് അന്ന് സർക്കാർ ഉണ്ടാക്കിയത്. ഇതിന് വ്യാപകമായ പ്രതിഷേധമുണ്ടായെങ്കിലും സർക്കാർ അത് പിൻവലിക്കാൻ തയ്യാറായില്ല. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയെ തുടർന്ന് എൽ ഡി എഫ് എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിനെ നയിക്കുന്ന ഭരണകക്ഷിയും ഇതര ഘടക കക്ഷികളും ഒക്കെ ചേർന്നുകൊണ്ട് സർക്കാരിനോട് പെർമിറ്റ് ഫീസ് കുറയ്ക്കണം, ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജനവിരുദ്ധപരമായി നടത്തിയിരുന്ന കാര്യങ്ങളിൽ ഇളവ് വരുത്തണം എന്ന് അപേക്ഷിച്ചതിനെ തുടർന്ന് സർക്കാർ പുനർചിന്തനം നടത്തി ആണ് പുതിയ ഈ പെർമിറ്റ് ഫീസ് നിലവിൽ വരുത്തിയത്. പുതിയ പെർമിറ്റ് ഫീസ് എന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിച്ച പെർമിറ്റ് ഫീസിൽ നിന്നും, അപേക്ഷാ ഫീസിൽ നിന്നും, സ്ക്രൂട്ടണി ഫീസിൽ നിന്നും കുറവ് വരുത്തി എന്ന് വേണമെങ്കിൽ പറയാം. വർധനവ് വരുത്തി, പിന്നീടത് കുറവ് വരുത്തി. ഈ കുറവ് വരുത്തിയത് 1/8/2024 മുതലാണ്. അതായത് ഈ ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ പുതിയ പെർമിറ്റ് ഫീസ്, പുതിയ അപേക്ഷാ ഫീസ്, പുതിയ സ്ക്രൂട്ടണി ഫീസ് നിലവിൽ വന്നു. നേരത്തെ ഉണ്ടായിരുന്ന 10/4/2023 വർധനവിൽ നിന്നും കുറവ് വരുത്തി. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ തുകകളുടെ റീഫണ്ട് കിട്ടുക എന്ന് നോക്കാം. ആദ്യം അറിയേണ്ടത്, ഈ പറയുന്ന തീയതിക്ക് മുമ്പ്, അതായത് 10/4/2023 മുമ്പ് ലഭിച്ച അപേക്ഷകളിൽ ആ സമയത്ത് നിലവിലുണ്ടായിരുന്ന ഫീസ് മാത്രമേ ഈടാക്കാൻ പാടുള്ളൂ എന്ന് ഈ പുതിയ ഉത്തരവിലും സർക്കാർ പറഞ്ഞിട്ടുണ്ട്. 30/7/2024 ഇറങ്ങിയ 97/2024 LSD എന്ന് പറയുന്ന ഉത്തരവിലാണ് അക്കാര്യവും പറഞ്ഞിട്ടുള്ളത്. ഇനി 10/4/2023 നിലവിൽ വന്ന നിരക്ക് അടച്ചവർക്ക് അത് തിരികെ നൽകാൻ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകൾക്ക്, പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും സർക്കാർ അനുവാദം നൽകിക്കൊണ്ടുള്ളതാണ് പുതിയ ഉത്തരവ്. കാരണം സർക്കാർ അല്ല ഈ തുക നേരിട്ട് വാങ്ങിയത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. സർക്കാർ വർദ്ധിപ്പിച്ചു, അതനുസരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അത് നടപ്പിൽ വരുത്തി ആളുകളിൽ നിന്ന് തുക കളക്ട് ചെയ്തു. ഈ കളക്ട് ചെയ്ത തുക 1/8/2024 മുതൽ പുതിയ പെർമിറ്റ് ഫീസായി കുറവ് വരുത്തിയതുകൊണ്ട് അതിനു മുമ്പ് അടച്ചവർക്കെല്ലാം 10/4/2023 ശേഷവും 1/8/24 മുമ്പുമായി തുക അടച്ചവർ, അമിതമായ തുക അടച്ചിട്ടുള്ളവർക്ക് അത് റീഫണ്ട് ചെയ്യുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവാദം കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാണ് അപേക്ഷ നൽകാനുള്ളത്. അത് ഇതിനെ സംബന്ധിച്ച് ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റി, കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും ആണെങ്കിൽ കൗൺസിൽ, ഇവിടെ ഒരു പൊതു തീരുമാനത്തിന് വേണ്ടി സർക്കാർ ഉത്തരവ് പ്ലേസ് ചെയ്യും. ഈ പുതിയ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരു തീരുമാനമെടുക്കും, ഒരു പൊതു തീരുമാനം. ഈ അധികമായി കളക്ട് ചെയ്ത പെർമിറ്റ് ഫീസ് തിരികെ നൽകാനുള്ള തീരുമാനം എടുക്കും. അതിന് തുടർന്നുള്ള ദിവസങ്ങളിലേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ആരും ധൃതിപ്പെടേണ്ടതില്ല. അത് തീരുമാനമെടുത്തതിന് ശേഷമേ അത് അവിടെ നടപ്പാവുകയുമുള്ളൂ.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓൺലൈനായി മാത്രം നമുക്ക് അപേക്ഷ നൽകാം. പഞ്ചായത്തിൽ ആണെങ്കിൽ ILGMS എന്ന സൈറ്റ് വഴി നമുക്ക് അപേക്ഷ നൽകാം. മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലുമാണെങ്കിൽ K-സ്മാർട്ട് വഴിയും നൽകാം. കാരണം ഇവിടെ K-സ്മാർട്ട് നിലവിൽ വന്നു, പഞ്ചായത്തിൽ K-സ്മാർട്ട് നിലവിൽ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ആ വ്യത്യാസം വന്നിട്ടുള്ളത്. അപേക്ഷയോടൊപ്പം നിങ്ങൾ ഇങ്ങനെ കൊടുക്കുന്ന ഒരു പ്രത്യേക ഫോർമാറ്റ് അപേക്ഷയുണ്ട്. ആ അപേക്ഷ ഓൺലൈനിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി നിങ്ങൾ നേരിട്ട് ചെയ്യുകയായിരിക്കും കുറച്ച് ഉചിതം. കാരണം സ്വന്തം നിലയിൽ ചെയ്യാൻ കഴിയുന്നവർ ചെയ്യുക, ഇല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളെ സമീപിക്കുക. ഇങ്ങനെ അപേക്ഷിക്കുന്നതിനോടൊപ്പം നമ്മൾ കിട്ടിയ പെർമിറ്റിൻ്റെ കോപ്പി കൊടുക്കണം. നമ്മൾ പെർമിറ്റ് ഫീസ് അടച്ചതിൻ്റെ കോപ്പി കൊടുക്കണം. ആ റിസിപ്റ്റിൻ്റെ കോപ്പി കൊടുക്കണം. ഇനി അഥവാ ആ റിസിപ്റ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു സത്യപ്രസ്താവന നിങ്ങൾ കൊടുത്താൽ മതിയാകും. അപ്പോൾ രസീത് കയ്യിലില്ല എന്ന് പറഞ്ഞ് ആരും പരിഭ്രമിക്കേണ്ട. ആ തുക നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. അങ്ങനെ അറിയില്ലെങ്കിൽ ലോക്കൽ ബോഡിയിൽ പോയി ആ തുക എത്രയാണെന്ന് കൂടി മനസ്സിലാക്കിയിട്ട് വരിക, റിസിപ്റ്റ് കയ്യിലില്ലെങ്കിൽ. ആ റിസിപ്റ്റ് നഷ്ടപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സത്യപ്രസ്താവന കൂടെ നിങ്ങൾ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രോസസ്സ്. തിരിച്ച് കിട്ടാൻ വേണ്ടിയുള്ള പ്രോസസ്സാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ അപേക്ഷ കൊടുത്താൽ പ്രിയോറിറ്റി അടിസ്ഥാനത്തിൽ ഈ അപേക്ഷകൾ പരിഗണിച്ച് നിങ്ങളുടെ തുക റീഫണ്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയത് പറയാം. നിങ്ങളുടെ ബാങ്കിൻ്റെ പാസ്ബുക്ക്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, ഇതെല്ലാം കൂടി നിങ്ങൾ കൊടുക്കാൻ വിട്ടുപോകരുത്. അതും വേണം. കാരണം നിങ്ങളുടെ ബാങ്കിലേക്കാണ് ഈ തുക, നിങ്ങളുടെ അക്കൗണ്ട് എവിടെയാണോ ഉള്ളത് അവിടേക്കാണ് ഈ തുക റീഫണ്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ ക്ലിയറായി കാണുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബാങ്കിൻ്റെ പാസ്ബുക്ക് കൂടി കൊടുക്കാൻ മറന്നു പോകരുത്. ഇനി മുൻഗണനാ പ്രകാരത്തിലായിരിക്കും ഇതിൻ്റെ തുക നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി ആരെങ്കിലും ഒരു അപേക്ഷകൻ ഈ കൂടുതൽ പെർമിറ്റ് ഫീസ് അടച്ചു, അപേക്ഷ അനുസരിച്ചിട്ടുള്ള പെർമിറ്റ് കിട്ടി, അദ്ദേഹം മരണപ്പെട്ടു പോയാൽ അദ്ദേഹത്തിൻ്റെ അനന്തര അവകാശികൾക്ക് ഈ തുക കിട്ടും. അത് വില്ലേജിൽ നിന്നുള്ളൊരു സാക്ഷ്യപത്രം കൂടെ വാങ്ങി നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. എങ്കിലേ നിങ്ങൾക്ക് അനന്തരാവകാശികൾക്ക് ഈ തുക ലഭിക്കുകയും ഉള്ളൂ. ഇനി പെർമിറ്റ് ചിലർ കൈമാറ്റം ചെയ്യും. പെർമിറ്റ് ലഭിച്ചതിന് ശേഷം കൈമാറ്റം ചെയ്യാൻ വ്യവസ്ഥയുണ്ട്. അങ്ങനെ മറ്റൊരാളെങ്കിലും ഈ പ്ലോട്ടും ആ പെർമിറ്റോടും കൂടി വിൽക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ വിൽക്കുമ്പോൾ അങ്ങനെ പെർമിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് റീഫണ്ടിന് അർഹതയില്ല എന്ന് മനസ്സിലാക്കുക. മാത്രമല്ല പെർമിറ്റ് റദ്ദ് ചെയ്തിട്ടുള്ള ആളുകൾക്കും ഈ അമിതമായി അടച്ച തുക റീഫണ്ട് ചെയ്യുകയില്ല എന്നും ഓർത്തിരിക്കുക. ഇനി വേറൊന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ ഉള്ളത്, ഈ നിങ്ങൾ ആരെങ്കിലും ഈ തുക വേണ്ട, ആ തുക ഇനി വരാൻ പോകുന്ന വസ്തുനികുതിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്ന് രേഖാമൂലം നിങ്ങൾ എഴുതി കൊടുത്താൽ ആ തുക നിങ്ങളുടെ വസ്തുനികുതിയിലേക്ക് വരവ് വെക്കും. അമിതമായി അടച്ച തുക, അധികമായി അടച്ച തുക പുതിയ പെർമിറ്റ് ഫീസിൻ്റെ അടിസ്ഥാനത്തിൽ കുറവ് വരുത്തിയത് വ്യത്യാസം എത്രയാണോ വന്നത് ആ വ്യത്യാസമുള്ള തുക നിങ്ങൾക്ക് തുകയായി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചു തരും. അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ മാത്രം അത് പ്രോപ്പർട്ടി ടാക്സ് അഥവാ വസ്തുനികുതി അഥവാ കെട്ടിട നികുതി അഥവാ വീട്ടുനികുതി, നിങ്ങൾ തദ്ദേശ സ്ഥാപനത്തിൽ അടയ്ക്കേണ്ട നികുതിയിലേക്ക് അത് വരവ് വെച്ച് തരും. ഇനി ഏതെങ്കിലും കുടിശ്ശിക ഉണ്ടെങ്കിൽ അതിൽ വരവ് ചേരും. ഇല്ല എങ്കിൽ ഇനി വരും കാലത്തേക്കുള്ളതിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇനി വേറൊന്ന് പല ആളുകൾക്ക് സംശയമുണ്ട്. ഇതിനിടയ്ക്ക് തന്നെ ചില ആളുകൾ ചോദിച്ചതാണ്, റെഗുലറൈസേഷൻ ഫീസ് അമിതമായി അടച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതും തിരിച്ചു കിട്ടും. റെഗുലറൈസേഷൻ ഫീസ് എങ്ങനെയാണ് സാധാരണ കണക്കാക്കുക? പെർമിറ്റ് ഫീസിൻ്റെ ഇരട്ടിയായിട്ടാണ് അത് കണക്കാക്കുക. അങ്ങനെ കണക്കാക്കുന്ന പെർമിറ്റ് ഫീസ് അപ്പോൾ ഈ വർദ്ധിപ്പിച്ച പെർമിറ്റ് ഫീസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ. 10/4/2023 വർദ്ധിപ്പിച്ച പെർമിറ്റ് ഫീസിൻ്റെ ഇരട്ടിയോളം തുക നമ്മൾ റെഗുലറൈസേഷൻ ഫീസായിട്ട് അടച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആനുപാതികമായി ആ തുകയും നിങ്ങൾക്ക് എക്സസ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. 1/8/24 കുറവ് വരുത്തിയത് കൊണ്ട് അതിനു മുമ്പ് അടച്ച റെഗുലറൈസേഷൻ ഫീസിൻ്റെ ഇളവിനും നിങ്ങൾക്ക് അർഹതയുണ്ടാകും. അതിനും ഇതേ പ്രോസസ്സാണ് നിങ്ങൾ ചെയ്യാൻ എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങൾ വ്യക്തമായും മനസ്സിലാക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ മുന്നോട്ട് പോകാൻ. സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ചോദിച്ചേക്കുക. അത് തീർച്ചയായും അത് ജെന്യൂനായിട്ടുള്ള എല്ലാ
പിന്നെ കമൻറ്റുകൾക്കും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിനും മറുപടി നൽകുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ആണെങ്കിൽ ചിലപ്പോൾ നൽകിയെന്ന് വരില്ല. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ചാനലിനെ ഫോളോ ചെയ്യുകയും വേണം എന്നുള്ളത് മാത്രമാണ് ഓർമ്മിപ്പിക്കുന്നത്. നന്ദി.